ശക്തമായിട്ട് കൊലോസ്യ സഭയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണെങ്കിലും അത് തികച്ചും ആത്മീയമാണ്. അതിനകത്ത് യാതൊരു മെറ്റീരിയലായിട്ടുള്ള ഒരു കാര്യത്തിനു വേണ്ടി ഒരു പ്രാർത്ഥനയല്ലത്. തികച്ചും സ്പിരിച്വൽ വളരെ ഫിലോസോഫിക്കലായിട്ട് സ്പിരിച്വലായിട്ടൊരു പ്രാർത്ഥനയാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ കൊലോസ്യ സഭയിൽ ആദ്യകാലങ്ങളിൽ ഈ പൗലോസൊക്കെ ഇങ്ങനെയുള്ള സുവിശേഷങ്ങളൊക്കെ എഴുതുന്നതിന് മുമ്പുണ്ടായ ഒരു സംഭവമാണ്. ഈ കൊലോസ്യ സഭയിൽ ശക്തമായിട്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ സമയത്ത് പൗലോസ് ഒന്നാം കാരാഗ്രഹവാസത്തിലിരുന്നാണ് ഈ കൊലോസ്യർക്ക് ഈ ലേഖനം എഴുതുന്നത്. ഈ ലേഖനം എഴുതാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എപ്പഫ്രോസ് 1:7 കാണാൻ പറ്റും. അത് ഇങ്ങനെ, നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹോദരനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അതൊരു എപ്പഫ്രാസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഈ കൊലോസി സഭയിലെ ചില വിഷയങ്ങൾ പൗലോസ് അറിയുവാനിടയായി. അതിന് അനുഗ്രഹപ്പെട്ട നിലയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സഭയാണ്. അതിന് ഈ കൊലോസ്യ സഭയിൽ ചില വിഷയങ്ങൾ, ചില പുറത്തുനിന്ന് ചില ശക്തികൾ കടന്നു വന്ന്, ദുരുദ്ദേശക്കാർ കടന്നു വന്ന് ഈ കൊലോസ്യ സഭയെ കലക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അതായത് അത് പറഞ്ഞിരിക്കുന്നത് നോസ്റ്റിസിസം എന്നൊരു ഫിലോസഫി, ഒരു വാദം ഈ കൊലോസി സഭയിൽ ചില ദുരുപദേശക്കാർ കടന്നു വന്ന് പ്രചരിപ്പിക്കാനിടയായി. നോസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുകയും അവൻ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണെന്ന് ഈ ദുരുപദേശക്കാർ വാദിക്കുകയും ചെയ്തു. ആകയാൽ ക്രിസ്തുവിൻ്റെ പൂർവാസ്തിത്വത്തെയും സർവശക്തിയെയും സർവജ്ഞാനത്തെയും ഉറപ്പിച്ച് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് പൗലോസ് കൊലോസ്യലേഖനം എഴുതുന്നത്. അതായത് ക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമാണ് എന്നുള്ള ഒരു വില കുറഞ്ഞ ഒരു രീതി കൊലോസ്യ സഭയിൽ പ്രചരിപ്പിച്ച് ആൾക്കാരെ അപകടകരമായ രീതിയിൽ അവരെ വഴിതെറ്റിച്ച് അവരെ വേറൊരു ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി ഈ പൗലോസ് അറിഞ്ഞിട്ട് പൗലോസിന് ഭയങ്കരമായ വിഷമം ഉണ്ടായതിനു ശേഷം പൗലോസ് അതിനുവേണ്ടി, ആ സഭയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അത് പൗലോസ് 9-ാം വാക്യത്തിൽ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. അതായത് ഒരു ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ ദുരുപദേശക്കാർ കടന്നു വന്നിട്ട് അന്നിങ്ങനെ വൈഡായിട്ടുള്ള പഠിക്കാനോ ജനങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള ഈ ചർച്ചിൽ വന്ന്, ഈ സിനഗോഗിൽ വന്ന് കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അവരെ വഴിതെറ്റിക്കുവാനും അവരെ ദുരുദ്ദേശത്തിൽ കൊണ്ടുപോകാനും സാധിക്കും. അന്നേരം അവർക്ക് വേണ്ടി പൗലോസ് ഇടപെടാതെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കാരാഗ്രഹത്തിൽ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. കാരാഗ്രഹത്തിൽ വെച്ചാണ് ബാക്കി സമയം ഈ കൊലോസി ലേഖനത്തിൽ നമ്മൾ 1:9-13 വായിച്ച ചില കാര്യങ്ങൾ പറയുന്നു. അതിൻ്റെ കാതലായ ചില ഭാഗങ്ങൾ, ഈ ഭാഗങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിനും കാരണമാകും എന്ന ഒരു ചിന്തയിലാണ് ഞാൻ ഇത് 3-4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവസഭയിൽ ഈ ദൈവമക്കൾ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദം തോന്നുന്ന 4-5 കാര്യങ്ങളാണ് അവിടെ പൗലോസ് ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം, പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ 10-ാമത്തെ വാക്യമാണ്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. അതാണ് കർത്താവിന് യോഗ്യമാവണ്ണം. അതായത് ക്രിസ്തുവിനെ അവിടെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പൗലോസ് പിന്നീട് അവർക്ക് ലേഖനം എഴുതുന്നത്. ക്രിസ്തുവിലാണ് സ്വർഗസ്ഥനായ പിതാവ് ഈ ഭൂമിയിലെ സകല കാര്യങ്ങളും വലിയൊരു പ്രൊജക്റ്റായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് പൂർത്തിയാക്കി തിരിച്ച് കർത്താവിൻ്റെ ദൈവസന്നിധിയിൽ കൊടുക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഇത് മനസ്സിലാക്കിയിട്ട് ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തിപ്പിടിച്ചുള്ള 3-4 കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ ഈ വാക്കിലൂടെ കാണുന്നത്. അത് ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ ദൈവത്തിൻ്റെ ശിഷ്യരാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യും എന്നുള്ള നിലയിലാണ് ഞാൻ അതിനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. നമ്മുടെ നടപ്പാണ് ഏറ്റവും ആത്മീയമായ ഒരു നടപ്പിന് പ്രത്യേകതയുണ്ട്. ലോകത്തിൽ നടക്കുന്നത് പോലെ ലോകത്തിൽ പ്രസാദിപ്പിച്ച് ഒരിക്കലും നമുക്ക് നടക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പൗലോസ് ഈ ഒരു കാര്യം പറയുന്നത്, ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാണ് നടക്കണം. അതായത് കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് നടക്കണം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്,
ആത്മീയമായ സകല ജ്ഞാനത്തിനും നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ആത്മീയമായ സകല നിറഞ്ഞു വരണം. അതായത് ആത്മീയമായ സകല ജ്ഞാനത്തിലും നിറഞ്ഞു വരണം. നമ്മൾ ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, കർത്താവിനെ പ്രസാദിപ്പിക്കണമെങ്കിൽ അടുത്തൊരു ചിന്ത പൗലോസ് പറഞ്ഞത് ആത്മീയമായ സകല ജ്ഞാനത്തിനും വിവേകത്തിനും നിറഞ്ഞു വരണം. ഈ ജ്ഞാനവും വിവേകവും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. പ്രോവർബ്സ് 24:13 എന്ന് വായിക്കാം. പ്രോവർബ്സ് സദൃശ്യവാക്യങ്ങൾ 24:13. പ്രോവർബ്സ് അങ്ങനെ തേൻ തിന്നുക, അത് നല്ലതല്ലോ. തേൻ തൊട്ട നിന്റെ അണ്ണാക്കിനും മധുരമത്രേ. 14 ജ്ഞാനവും നിന്റെ ഹൃദയത്തിൽ അങ്ങനെ തന്നെ എന്നറിയാം. നീ അത് പ്രാപിച്ചാൽ പ്രതിഫലം ഉണ്ടാകുന്ന പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. അപ്പോൾ ഇവിടെ 24:3 ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് സ്ഥിരമായി വരുന്നു, പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ വിലയേറിയതും മനോഹരമായ സകല സമ്പത്തിലും നിറഞ്ഞു വരുന്നു. ഇവിടെ ഈ ആത്മീയ ജ്ഞാനത്തിൻ്റെ 3 ഘടകങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് സിമ്പിൾ നോളജ്. നമ്മൾ ദൈവവചനം വായിക്കുക, ജസ്റ്റ് നമ്മൾ കേൾക്കുക, നമ്മുടെ കാര്യങ്ങൾക്ക് പോവുക. ഇത് തന്നെയാണ് ഇവിടെ സാധാരണ സഭകളിൽ ദൈവമക്കളുടെ ഇടയിൽ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. ഭൂരിപക്ഷം ആൾക്കാരുടെ കയ്യിൽ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, ജസ്റ്റ് പണിയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. വിവേകം മീൻസ് അണ്ടർസ്റ്റാൻഡിങ്. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, അണ്ടർസ്റ്റാൻഡ് കൊണ്ട് അത് സ്ഥിരമായി വരും. അത് നമ്മൾ മനസ്സിലാക്കുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ വിലയേറിയ മനോഹരമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. അതിൻ്റെ ആപ്ലിക്കേഷനാണ് പരിജ്ഞാനം, വിസ്ഡം. ഈ 3 കാര്യങ്ങൾ നടന്നെങ്കിൽ മാത്രമേ ആത്മീയ ജ്ഞാനത്തിന് പൂർണ്ണത വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ലോകജ്ഞാനത്തെ പോലെ ഈ തമാശയും ഫണ്ണും ഒക്കെ പറയുന്ന പോലെ ആവത്തുള്ളൂ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, കേട്ടു ചിരിച്ചു സന്തോഷിക്കുന്നു കളയുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളാണ്: ജ്ഞാനം, വിവേകം, പരിജ്ഞാനം. നോളജ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വിസ്ഡം. അതാണ് ഇവിടെ പറയുന്നത്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിലേ ഈ ആത്മീയ ജ്ഞാനം പൂർണ്ണമാകില്ലെന്നാണ് ഇവിടെ സദൃശ്യവാക്യത്തിൽ ശലോമോൻ പഠിപ്പിക്കുന്നത് കാണുന്നത്. അതാണ് ആത്മീയ ജ്ഞാനത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അതിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അപ്പോൾ ദൈവവചനം നമ്മൾ വായിച്ചാൽ മാത്രം പോരാ, കേട്ട് ആരാധനയ്ക്ക് വന്ന് ചടങ്ങ് നടത്തി ദൈവത്തെ ഭയം ഉണ്ടാകുന്നതിന് ജസ്റ്റ് ചർച്ചിൽ വന്ന് പോയിട്ട് കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. ദൈവവചനം വായിച്ച് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ ശിഷ്യരായിട്ട് മറ്റുള്ളവർക്ക് പരിജ്ഞാനത്തിലൂടെ മറ്റുള്ളവരെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞെങ്കിൽ, ആ സുവിശേഷത്തിന് കർത്താവ് പറഞ്ഞ ആ ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ കർത്താവിന് പ്രസാദം തോന്നുള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. അല്ല നമ്മൾ ദൈവവചനം കേൾക്കുക മാത്രമല്ല, അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ആത്മീയ ജ്ഞാനത്തിൻ്റെ പൂർണ്ണത, അതാണ് കർത്താവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം പരിജ്ഞാനത്തിൽ ഫലം കായ്ച്ച് വളരണം. നമ്മൾ പരിജ്ഞാനത്തിൽ വളരണം, ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അതായത് ഈ 3ാമത്തെ ആ പോർഷൻ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഈ നോളജും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ മാത്രമേ നടക്കത്തുള്ളൂ. അവസാനം ഈ വിസ്ഡം, അതിൻ്റെ ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് ദൈവിക ജ്ഞാനത്തിൻ്റെ അടുത്ത് എത്തുന്നത്. അത് ദൈവിക ജ്ഞാനം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫലം കായ്ക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. പിന്നെ 4ാമത്തെ കാര്യം പൗലോസ് ഇവിടെ പറയുന്നത്, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനത്തോണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. നമ്മൾ ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രയോജനമാകുള്ളൂ. അപ്പോൾ സഭയിൽ ദുരുപദേശക്കാർ കടന്നു വന്ന് ഇതൊക്കെ പഠിപ്പിച്ചാൽ തന്നെയും നമ്മൾ ശക്തിയില്ലെങ്കിൽ, ബലപ്പെട്ടില്ലെങ്കിൽ, പരിശുദ്ധമായ ശക്തി പ്രാപിച്ചില്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ലെസ്.
അത് നമുക്ക് പറയാം. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ചിന്താഗതിയിൽ നിന്നും നമ്മളെ വഴിതെറ്റിക്കാനുള്ള വഴി പെട്ടെന്ന് തുറന്നു വരും. അതുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവപരിജ്ഞാനത്തെക്കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളരണം, അങ്ങനെ ശക്തിപ്പെടണം. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്, വിശുദ്ധന്മാർക്കുള്ള വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കണം. അതാണ് ഇവിടെ 3-4 ആപ്ലിക്കേഷൻ, 3-4 കാര്യങ്ങൾ പൗലോസ് സഭയ്ക്ക് എഴുതുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ജോൺ 5:8-9-10 ക്രിസ്തുവിൻ്റെ ആ ദൗത്യമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. പൗലോസ് ഇത്രയും ശക്തമായിട്ട് പറയാനായിട്ട് ഫസ്റ്റ് ജോൺ, നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായാൽ അവനെ അസത്യവാദിയാകുന്നു. അതെ, 8-9-10 പറഞ്ഞിരിക്കുന്നത് ആത്മാവ് ജലം മൂന്നിന്റെ സാക്ഷ്യം ഒന്ന് തന്നെ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിനും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിക്കുന്നതിന്. അപ്പോൾ പുത്രന്റെ കയ്യിലാണ് ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വീണ്ടെടുപ്പ് ഓൾറെഡി ക്രൂശിൽ നടക്കുവാനും മറ്റു കാര്യങ്ങളും എല്ലാം അവസാന കാലം വരെയുള്ള സകല കാര്യങ്ങളും പുത്രനിലാണ് ഏൽപ്പിച്ചിരിക്കുന്നതാണ് പൗലോസ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ മനുഷ്യരുടെ സാക്ഷ്യത്തെ ദൈവപുത്രൻ വിശ്വസിക്കുന്നതിന് ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്നെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചാണ്. അപ്പോൾ ദൈവം ഒരു സാക്ഷ്യം പറയുകയാണ് അതിന്റെ പുത്രനെ കുറിച്ച്. അതാണ് ദൈവത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. ദൈവപുത്രൻ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ ഒരു സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവനും ദൈവത്തിന്റെ പുത്രനെ കുറിച്ചുള്ള സാക്ഷ്യം വിശ്വസിക്കാതെ അവനെ അസത്യമാകുന്നത്. അപ്പോൾ ദൈവപുത്രൻ വിശ്വസിക്കുന്ന ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. എന്താണ് ആ സാക്ഷ്യം? നിത്യജീവൻ. നിത്യജീവനാണ് ദൈവം കൊടുത്തിരിക്കുന്ന ആ ഒരു സാക്ഷ്യം. അതായത് ക്രിസ്തുവിലാണ് നിത്യജീവന്റെ ആ ഒരു പൂർണ്ണത ദൈവം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് മനസ്സിലാക്കിയിട്ടാണ് ക്രിസ്തുവിന്റെ ആ ഒരു മർമ്മം അത്ര ശക്തമായിട്ട് പഠിപ്പിക്കുവാനായിട്ട് പൗലോസിന് ഇടയായെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിലാണ് നിത്യജീവന്റെ ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ 15-ാമത്തെ വാക്യത്തിലാണ്. ആ സാക്ഷ്യം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. അപ്പോൾ ക്രിസ്തുവിലൂടെയാണ് ആ നിത്യജീവനെ തന്നിരിക്കുന്നതെന്നാണ് അതെ ആ ജീവൻ നമ്മുടെ പുത്രനുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ള ജീവനുണ്ട്, ദൈവപുത്രനല്ലാതെ ഒന്നും ജീവനില്ല. അപ്പോൾ ഈ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിലാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യജീവനുള്ളത്. അപ്പോൾ ക്രിസ്തുവിനെ പൂർണ്ണമായി വിശ്വസിക്കുകയും ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു ഇവിടെ വെച്ചിട്ട് പോയ സുവിശേഷത്തിൽ നമ്മൾ പങ്കാളികളായി തീരുകയും ക്രിസ്തുവിലൂടെ നമ്മൾ വളരുകയും ക്രിസ്തുവിലൂടെ പൂർണ്ണമായി ബലപ്പെടുകയും ഫലം കായ്ക്കുകയും ദൈവപരിജ്ഞാനത്തിൽ വളരണമെങ്കിൽ ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിലൂടെ കൂടെ മാത്രമേ നമുക്ക് ഈ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാണ് നടക്കുവാൻ പറ്റത്തുള്ളൂ, ആത്മീയ ജ്ഞാനത്തിൽ വളരുവാൻ പറ്റത്തുള്ളൂ, വിവേകത്തിനും അവൻ്റെ ഇഷ്ടത്തിന് പരിജ്ഞാനത്തിനും നിറഞ്ഞു വരണമെന്നും സകലസൽപ്രവൃത്തിനും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. അപ്പോൾ ഈ ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ഈ നിത്യജീവനെ പ്രാപിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ പൗലോസ് ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് ക്രിസ്തുവിനെയാണ്, അല്ലാതെ നോസ്റ്റിക് ചിന്തയല്ല എന്നാണ് കൊലോസ്യ സഭയ്ക്ക് എഴുതുന്ന ആ ഒരു കത്തിലൂടെ നമുക്കിവിടെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ വചനം നമുക്ക് ധ്യാനിക്കുവാൻ ഇവിടെ കഴിയുന്നത്. ആദാം ദൈവത്തിൽ നിന്ന് ലോകത്തിലേക്ക് നമ്മളെ വഴിതിരിച്ചു. അതാണ് ആദാമിലൂടെ നടന്നത്. പക്ഷേ ക്രിസ്തു ലോകത്തിലും നമ്മളെ ദൈവത്തിൻ്റെ വഴി തുറന്നാണ് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ആദാമും ക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ആദാമിനെ ഇവിടെ അനുഗ്രഹപ്പെട്ട നിലയിലൂടെ ജീവിക്കാൻ കർത്താവ് കൂട്ടായ്മയായിരിക്കാൻ പറഞ്ഞു വിട്ടെങ്കിൽ ആദാം ലോകത്തിലേക്കാണ് നടന്നു പോയത്. അപ്പോൾ ആ പാപത്തിൻ്റെ കുഴിയിൽ നമ്മൾ വീഴുവാനും എല്ലാം സാധിച്ചു. പിന്നീട് അതിൽ നിന്നൊരു വിടുതലിനെ പ്രാപിക്കുവാൻ വേണ്ടി ക്രിസ്തുവിനെ നമുക്ക് തരും. ക്രിസ്തു നമുക്ക്
ദൈവത്തിലേക്കുള്ള വഴി വീണ്ടും തുറന്നു തരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൽ വേണം പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പിതാവിന് പ്രസാദം തോന്നുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ നമ്മൾ ഇടയാകുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഒന്നിൻ്റെ തന്നെ 21, 22, 21 വാക്കത്തിൽ ഞാൻ തന്നെ വായിക്കാം. മുമ്പേ കൊലോഷ്യർ 1:21-22 മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിൽ നിന്ന് സകല സൃഷ്ടികളോടും ഇടയിൽ ഘോഷിച്ചു, പൗലോസ് എന്ന് ഞാൻ ശുശ്രൂഷനായി തീർന്നും നിങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അവൻ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പോൾ ക്രിസ്തുവിനെ അവൻ്റെ മരണത്തോടുകൂടി നമ്മളെ ദൈവത്തോട് നിരപ്പിച്ചിരിക്കുകയാണ്. ക്രിസ്തു, അതായത് നമ്മൾ ഈ മുമ്പേ ദുഷ്പ്രവർത്തികളാൽ നിറഞ്ഞ നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമായി കുറ്റമില്ലാതെ നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ, ക്രിസ്തുവിൻ്റെ മരണത്താൽ നമ്മളെ ദൈവത്തോട് ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ പ്രാധാന്യം പൗലോസ് വീണ്ടും അവിടെ നമ്മളെ ഈ ചാപ്റ്ററിലൂടെ എടുത്ത് കാണിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. കൊലോഷ്യർ 2-ാം അധ്യായത്തിൽ 6-7 വാക്യങ്ങൾ കാണാം. ആകയാൽ 2 കൊലോഷ്യർ 2:6-7 ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. അവനിൽ വേരൂന്നിയും ആത്മീയവർത്തനം പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. അവിടെ 6 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആ ഒരു പ്രാധാന്യം പൗലോസ് വീണ്ടും അടുത്ത ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുകയാണ്. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ, കൈക്കൊള്ളുക മാത്രമല്ല അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം, അവൻ വേരൂന്നണം, അവനിൽ ആത്മീയവർത്തനം പ്രാപിക്കണം, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു ഇരിപ്പിൻ. ഇതാണ് പൗലോസ് നമ്മുടെ ആത്മീയ ജ്ഞാനം പ്രാപിച്ച് മുന്നേറണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൽ വളരണം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ആ കാര്യങ്ങൾ വീണ്ടും 2nd ചാപ്റ്ററിൽ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 22 ആക്ട്സ് 22:10 ആക്ട്സ് 22:10 ഞാൻ തന്നെ വായിക്കാം. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട് എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകുക, നീ ചെയ്യേണ്ടത് അവിടെയല്ല. അവിടെ പൗലോസ് ആദ്യകാലത്ത് പൗലോസിന് സംഭവിച്ച കാര്യമാണ്. പൗലോസ് ദമസ്കോസിലേക്ക് പോകുന്ന ആ കാര്യമാണ് 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോവുക, നീ ചെയ്യേണ്ടത് വിധിച്ചിരിക്കുന്നതല്ല അവിടെ നിന്നോട് പറയുമെന്ന് കൽപ്പിച്ചു. പിന്നെ 14-ാമത്തെ വാക്യം, അപ്പോൾ അവൻ എന്നോട് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾക്കാനുമായി നിയമിച്ചിരിക്കുന്നു. പൗലോസിന് നേരത്തെ ഒരു മുൻ നിയമനം ഉണ്ടായിരുന്നു. അതാണ് 14-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അത് പൗലോസ് ഗമാലിയലിൻ്റെ പാദപീഠം, പുരോഹിതന്മാരുടെ കത്ത്, പരിചാരകര് വളരെ വൻ ശക്തിയായിട്ട് അടിച്ചു പൊളിച്ച് ഇങ്ങനെ അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൗലോസിൻ്റെ മേളിലൊരു മുൻ നിയമനം ഉണ്ടായിരുന്നു. ഈ 14-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് പറ്റും. പൗലോസ് അത് ഒരുപക്ഷെ പൗലോസ് വിദ്യാബഹുത്വത്താൽ ഇതെല്ലാം മറന്നുപോയിരുന്ന അവസ്ഥയാണ്. 14-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ വായിക്കാം. അപ്പോൾ അവൻ എന്നോട്, അനന്യ ദമസ്കോസിൽ ചെന്നപ്പോൾ അനന്യാസ് പറഞ്ഞതാണ്. അപ്പോൾ അവൻ എന്നോട് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾക്കുവാനും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ പൗലോസിൻ്റെ മുൻ നിയമനമാണ് കാണുന്നത്. 15-ാമത്തെ വാക്യം, നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനെ സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായി തീരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്താണ്, ഇനി താമസിക്കുന്നത് എഴുതിൻ്റെ കർത്താവിനെ നാം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് എൻ്റെ പാപങ്ങളെ കഴുകിക്കളയെന്ന് പറഞ്ഞു. ഒരു പൗലോസിൻ്റെ ആ മുൻ നിയമനവും ആ ക്രിസ്തുവിനുള്ള ആഴമായ ആ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാൻ പൗലോസ് ഒരുക്കപ്പെടുന്നതിൻ്റെ ആ ഒരു രീതിയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. 22-ന്റെ തന്നെ
17 18 പിന്നെ കാണാൻ പറ്റും. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിവശതയിലായി കർത്താവിനെ കണ്ടു. നീ ബന്ധപ്പെട്ട വേഗം യെരൂശലേം വിട്ടു പോകാൻ, നീ എഴുന്നേറ്റ് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് കൽപ്പിച്ചു. അവിടെ പൗലോസ് ഇത്രയും നാള് വേറെ രീതിയിൽ നടന്നിട്ട് പെട്ടെന്ന് ഒരു റിട്ടേൺ, ഒരു ടേണിംഗ് ബാക്ക് ഉണ്ടായപ്പോൾ ജനങ്ങൾ അതൊന്നും വിശ്വസിക്കാൻ ഒരു താല്പര്യം കാണിച്ചില്ല. അതാണ് ആ കാലത്ത് ഈ നോസ്റ്റിക് ചിന്തകൾ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അന്ന് യഹോവയെക്കുറിച്ച് മാത്രമേ ജനങ്ങൾക്ക് അറിയത്തുള്ളൂ. ക്രിസ്തുവിനെ കുറിച്ച്, ആ രക്ഷയോ ക്രിസ്തുവിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വന്നത്. അതുകൊണ്ട് എന്നാലും പൗലോസിനെ ഒരുക്കി ഈ നോസ്റ്റിക് ചിന്തയിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി പൗലോസ് അന്നേ ശക്തമായിട്ട് ക്രിസ്തുവിന് വേണ്ടി വായിച്ചിരുന്നു. അവർ അവിടെ കർത്താവ് പറഞ്ഞ പോലെ അവർ ഇതൊന്നും അംഗീകരിക്കത്തില്ല, പക്ഷേ നീ അവർക്ക് സാക്ഷിയായി തീരുമെന്നും പറഞ്ഞിട്ടുണ്ട്. പ്രോവർബ്സ് 9:10 പ്രോവർബ്സ് 9:10 യഹോവയ്ക്ക് ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവും ആവുന്നു. അവിടെ നമ്മൾ ആ യഹോവഭക്തിയെ കുറിച്ചാണ് കാണുന്നത്. യഹോവഭക്തിയാണ് ഇതിൻ്റെ എല്ലാ ആധാരമായിട്ട് ഇന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം, അതാണ് അവിടെ കാണുന്നത്. അത് ജീവനായി മാറണം. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണെങ്കിൽ പിന്നീട് ജീവനായി മാറണം. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയെങ്കിൽ മാത്രമേ, നമ്മുടെ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള വ്യത്യാസം വന്നെങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിൽ നമുക്ക് വളരുവാൻ സാധിക്കുകയുള്ളതാണ് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ സ്പിരിച്വലായിട്ട് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് നന്നായിട്ട് ഉണ്ടാവണം, എന്നെങ്കിലും മാത്രമേ അത് ആപ്ലിക്കേഷനായിട്ട് പുറത്തു വരത്തുള്ളൂ. റോമൻസ് 12:12 ഒരു വാക്യമുണ്ട്. റോമൻസ് 12:12 ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയും അതിസൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. ഇതെല്ലാം ദൈവേഷ്ടത്തിന് അനുരൂപമായി പൗലോസ് പറയുന്ന കാര്യങ്ങളാണ് ഈ റോമൻസ് 12:12 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇക്കാലത്തൊക്കെ വളരെ കുറഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. ആശയിൽ സന്തോഷിക്കുക, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കും, പ്രാർത്ഥന ഉച്ചരിക്കുകയും വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുകയും. മനുഷ്യർ ഇക്കാലത്ത് വളരെ സ്വസ്നേഹികളും സെൽഫ് സെൻറ്റേർഡുമായി വരുന്ന കാലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. മനുഷ്യൻ അവൻ്റെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ. സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല, ദൈവേഷ്ടവും ഇല്ല, ക്രിസ്തുവിൽ വളരുന്നൊന്നുമില്ല. നെയിം സേക്കിന് വേണ്ടി ചർച്ചിൽ പോകുന്നു, ഉപവാസ പ്രാർത്ഥന കൈക്കൊള്ളുന്നു, നമ്മുടെ കാര്യങ്ങൾ മെറ്റീരിയൽ ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇതൊന്നും കർത്താവേ എന്ന് വിളിക്കുന്ന അല്ലാതെ നമുക്ക് ദൈവേഷ്ടം സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ ഇതൊന്നും നമുക്ക് പ്രയോജനമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവസാനത്തെ ഒരു വാക്യം കൂടെ, യെശയ്യാവ് 55-ന്റെ 4-5 വാക്യങ്ങളോടെ വായിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ചെല്ല് അവസാനിപ്പിക്കാം. യെശയ്യാവ്, ഐശയ്യ 52, Isaiah 52, 4 and 5. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനം പണ്ടേ പരിച്ഛേദനവാസം ചെയ്യുവാൻ മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്നു. അസുരരും അവരെ വെറുതെ പീഡിപ്പിച്ചു. ഇപ്പോഴോ എൻ്റെ ജനത്തെ വെറുതെ പിടിച്ച് കൊണ്ടുപോയിരിക്കൊണ്ട് ഞാൻ ഇവിടെ എന്തു ചെയ്യേണ്ടതെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അവരുടെ അധിപതിമാർ മുറയിടുന്നു, എൻ്റെ നാമം ഇടപെടാതെ എല്ലായ്പ്പോഴും ദൂഷിക്കപ്പെടുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയുകയും അതുകൊണ്ട് ഞാൻ തന്നെ ആകുന്നു പ്രസ്താവിക്കുന്നവൻ എന്ന് അവർ അന്ന് അറിയുന്നു. അതാണ് ഇവിടെ യെശയ്യാവ് അന്നത്തെ പ്രവചനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിലും എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയും, അതുകൊണ്ട് ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നതെന്ന് അവൻ അറിയും. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസ്തുതമാക്കുകയും സീയോനോട് നിന്റെ ദൈവം വാഴുന്നെന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതൻ്റെ കാൽ പലതും വേണ്ടി എത്ര മനോഹരം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ വേല കർത്താവ് ഭംഗിയായിട്ട് ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ നമുക്ക് വേണ്ടി ജീവൻ വെച്ച് ആ ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ച്
പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ട് മുന്നേറിയെങ്കിൽ മാത്രമേ, അതാണ് ഇവിടെ പൗലോസ് സഭയ്ക്ക് എഴുതുന്ന 3-4 ചിന്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷികളായ അവൻ്റെ ശിഷ്യന്മാരെ ബലപ്പെട്ട് ദൈവകൃപയിലായി തീർന്ന് നമ്മൾ ഈ ലോകത്തിന് അനുഭവമായി നടക്കാതെ ദൈവശബ്ദം കേട്ട് ദൈവേഷ്ടം മനസ്സിലാക്കി നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമുക്ക് കർത്താവ് പറഞ്ഞ ആ ദൈവേഷ്ടം യെശയ്യാവ് 50:4-5 കാണാം. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് തോന്നാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. അപ്പോൾ യഹോവയായ കർത്താവ് ശിഷ്യന്മാരുടെ നാവും ശിഷ്യന്മാരുടെ ചെവിയും, അതാണ് ഈ ആത്മീയമായ വർധന പ്രാപിച്ചു കഴിയുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന 2 കാര്യങ്ങളാണ്. ശിഷ്യന്മാരുടെ യെശയ്യാവ് 54:5 തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവർ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. അപ്പോൾ ദൈവം നമ്മുടെ ചെവിയിൽ നമുക്ക് ചെയ്യുവാനുള്ള സുവിശേഷം നമ്മളെ അറിയിക്കും. പക്ഷേ ഒരു കാര്യം, ഈ പരിശുദ്ധാത്മാവിൽ നമ്മൾ ശക്തിപ്പെടണം, ബലപ്പെടണം. ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും നമ്മൾ ബലപ്പെട്ടെങ്കിൽ മാത്രമേ ഈ യെശയ്യാവിൽ പറഞ്ഞിരിക്കുന്ന കർത്താവ് നമ്മളോട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ചെവിയിൽ പറഞ്ഞു തരും. നമ്മളെ നാവുകളെ ബലപ്പെടുത്തും, ശിഷ്യന്മാരുടെ നാവ് നമുക്ക് തരും. നമ്മളെ കർത്താവിൻ്റെ ശുശ്രൂഷിച്ച് തീർക്കുവാൻ, നമുക്ക് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കും. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലും, ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും എല്ലാം കർത്താവെ എന്ന് വിളിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ദൈവം